പൊന്നാനി പോലീസ് കണ്ടെത്തിയ വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയയിൽ നിന്ന് വ്യാജ സർട്ടിഫിക്കറ്റ് തരപ്പെടുത്തിയവരിലേക്കും അന്വേഷണം നീളുന്നു. വ്യാജ സർട്ടിഫിക്കറ്റ് ആരെല്ലാം വാങ്ങിയിട്ടുണ്ടെന്നും ഇവ ഏതു തരത്തിൽ ഉപയോഗപ്പെടുത്തി എന്നതടക്കം അന്വേഷണ വിധേയമാകും. കൂടുതലും വിദേശത്ത് ജോലി നേടുന്നതിനാണ് ഇത് ഉപയോഗപ്പെടുത്തിയതെന്നാണ് കണ്ടെത്തൽ. വ്യാജ സർട്ടിഫിക്കറ്റ് തട്ടിപ്പുകാരിൽ നിന്ന് വാങ്ങിയവരെല്ലാം കുടുങ്ങുമെന്നാണ് പോലീസ് പറയുന്നത്. ബന്ധപ്പെട്ട സർവകലാശാല അധികൃതർക്കും ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകുന്നുണ്ട്. വൈസ് ചാൻസലർമാരുടേതുൾപ്പെടെ വ്യാജ ഒപ്പുകൾ സർട്ടിഫിക്കറ്റുകളിൽ വന്നതും തിരിച്ചറിയാനാകാത്ത വിധം സർവകലാശാലകളുടെ ഹോളോഗ്രാം അടക്കം വ്യാജമായി നിർമ്മിച്ചതും അടക്കം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാകും. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി പ്രവർത്തിച്ചിരുന്ന എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസികൾ വഴിയാണ് ദിവസേന വ്യാജ സർട്ടിഫിക്കറ്റുകൾക്കായുള്ള ഓർഡറുകൾ എത്തിയിരുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 800 രൂപ ചെലവിൽ അച്ചടിച്ചിരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ലക്ഷങ്ങൾ കൈപ്പറ്റിയാണ് വിൽപ്പന നടത്തിയിരുന്നത്. 6 മാസം കൊണ്ട് ബിരുദാനന്തര സർട്ടിഫിക്കറ്റുകൾ എന്ന പരസ്യം സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചാണ് പ്രതികൾ ആവശ്യക്കാരെ കണ്ടെത്തിയിരുന്നത്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ പ്രയോജനപ്പെടുത്തി വിവിധ മേഖലകളിൽ തട്ടിപ്പുകൾ നടത്തിയിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചും പരിശോധന നടക്കും. വ്യാജ സർട്ടിഫിക്കറ്റ് തട്ടിപ്പിലൂടെ മുഖ്യപ്രതി തിരൂർ മീനടത്തൂർ സ്വദേശി ധനീഷ് ധർമ്മൻ സമ്പാദിച്ചത് കോടികളാണെന്നാണ് കണ്ടെത്തൽ. ഡാനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ധനീഷ് 2013 മുതൽ ഈ തട്ടിപ്പ് രംഗത്ത് നേതൃത്വം വഹിക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഈ ചാനൽ ന്യൂസ് പൊന്നാനി. വീട്ടിലേക്കൊരു പുതിയ ഫ്രിഡ്ജ് വേണം, പക്ഷേ ഒറ്റയടിക്ക് ഇത്രയും പണം വിഷമിക്കേണ്ട. വെയ്മെന്റിൽ ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഉണ്ട്. എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം. നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രൊഡക്റ്റും വെയ്മെന്റിൽ നിന്ന് സ്വന്തമാക്കാം. ചെറിയ നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് വെയ്മെന്റുമായി കോൺടാക്ട് ചെയ്യൂ. Waymand, making it easy. Valanjeri, phone 9526 001 003.